എല്ലാവർക്കും വന്ന് കാണാം. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ റിയൽ സ്റ്റോറി വെച്ചുണ്ടാക്കിയ മൂവിയാണ്. സോ വർത്ത് വാച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാണ്. ഇഷ്ടപ്പെട്ടു. സൂപ്പർ മൂവി. നല്ല പടമാണ്. റോഡ് മൂവിയാണ്. ഇറ്റ്സ് എ ഗുഡ് റോഡ് മൂവി. മലയാളത്തിൽ റോഡ് മൂവി കുറവാണല്ലോ. നല്ല ഫാമിലി വാച്ചബിൾ നൈസ് മൂവി. നല്ല ത്രില്ലിംഗ് ആണ്. ഇച്ചിരി സെൻറ്റിമെൻ്റലാണ് ലാസ്റ്റിൽ. ട്രാജഡി പടമാണ്. പക്ഷെ നല്ല പടമാണ്. നല്ലപോലെ അതെ, നല്ല സന്തോഷമുണ്ട്. കാരണം എല്ലാവർക്കും അത് പ്രത്യേകിച്ച് ഫാമിലീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ലുക്കിംഗ് ഫോർവേഡ്. ഇനി ബാക്കിയുള്ള ഷോസിലും എല്ലാവരും സിനിമ പോയി കാണുക. പിന്നെ കൂടുതൽ ഞാനല്ല പറയേണ്ടത്, ബാക്കിയുള്ളവരാണ് കണ്ടവർ. അവരോട് ചോദിക്കുക, അവരുടെ അഭിപ്രായം അറിയുക. താങ്ക് യു. ഇതൊരു ഫാമിലിക്ക് കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. സ്നേഹവും കുറച്ചൊരു ത്രില്ലർ പരിപാടിയൊക്കെ ആയിട്ടുള്ളൊരു സാധനമാണ്. സർവൈവൽ ത്രില്ലർ പരിപാടിയാണ്. താങ്ക് യു. നല്ല മൂവിയായിരുന്നു. ഈവൻ അതിലത്തെ 2-3 ക്യാരക്ടേഴ്സ് പുതിയ ക്യാരക്ടേഴ്സ് ആയിരുന്നു. അവർ നന്നായി ചെയ്തിട്ടുണ്ട്. ആൻഡ് അനീഷ് അടിപൊളിയായിരുന്നു. ലാസ്റ്റ് സെക്കൻഡ് ഹാഫ് ആണെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റും. വെരി നൈസ്. താങ്ക് യു. അതെ, ഇമോഷണൽ മൂവിയാണ്. അതെ, ഇമോഷണലുണ്ട്. എല്ലാ ഫാക്ടേഴ്സും ഉണ്ട് അതിൽ. അത് ഫാമിലിയായിട്ടും എല്ലാവർക്കുമായിട്ട് പോകാൻ പറ്റും. ആൻഡ് ദെൻ ലാസ്റ്റ് വരെ നമുക്ക് പിടിച്ചിരിക്കാം. എവിടെ ലാഗായിട്ട് ഫീൽ ചെയ്തില്ല എനിക്ക്. ഇറ്റ് വാസ് വെരി നൈസ്. ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആൻഡ് വെരി നൈസ്. ഞാൻ പറഞ്ഞു, നല്ല മൂവിയാണ്. നിങ്ങൾ കണ്ടില്ലേ? നല്ല സിനിമയാണ്. ഒരുപാട് നല്ല സിനിമയാണ്. നല്ല സ്റ്റോറി, എല്ലാം. ഡയറക്ഷൻ, ക്യാമറ, DOP ഒക്കെ അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ, ഒരു സർവൈവൽ ത്രില്ലർ തന്നെയാണ്. നമ്മൾ ഭയങ്കര ഇൻ്റർവെൽ കഴിഞ്ഞിട്ടുള്ള ഭയങ്കര സങ്കടം വരും. അതെ, ഒരുപാട് ടെൻഷൻ എടുപ്പിക്കുന്ന സിനിമ. എന്തോ എല്ലാവരും കാണണം. മസ്റ്റ് വാച്ച്. സന്തോഷം തോന്നുന്നു. ആദ്യമായിട്ടാണ് നമ്മൾ ഗൾഫിൽ നിന്ന് എത്തിയതാണ്. ഷാഹുൽ ഫായിസ് മടക്കര. ഓക്കെ, അവിടുന്ന് വന്നതാണ്. പ്രഷർ റോഡ് ഇരുന്നിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷമുണ്ട്. പ്രഷർ ഏറ്റെടുക്കുന്ന തന്നെയാണ് നിങ്ങളുടെ വിശ്വാസം. നല്ല റിവ്യൂസ് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് അവിടെ ഇന്നലെ റിലീസായിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ. അപ്പോൾ നല്ല അഭിപ്രായം അവിടുന്ന് വന്നുകൊണ്ടിരുന്നത്. ഇനി ഇവിടുത്തെ പ്രഷറാണ് ബാക്കിയുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇങ്ങനൊരു മൂവി വന്നു, നമുക്ക് രാവിലെ കാണാം എന്നുള്ള ലെവലിലാണ് വന്നത്. പക്ഷേ ആദ്യം തന്നെ ഒരു ഗൾഫ് പോലെയുള്ള സ്ഥലത്ത് പോയി എല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ചെറിയ ചെറിയ രീതിയിൽ പോയി റിലാക്സ് ആയിട്ടിരുന്നു. പിന്നെ വരുന്ന സംഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഭയങ്കര എന്താ പറയുക, നമ്മൾ മനസ്സുകൊണ്ട് നമ്മളുടെയൊക്കെ ബന്ധുക്കൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവരെങ്ങനെ അതിജീവിക്കും, അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിൽ എങ്ങനെ അതിജീവിച്ച് പോവും, അതുപോലെ നമ്മളിനി പുറമേ വർക്ക് ചെയ്യുന്നവരോടൊക്കെ നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മൾക്ക് എങ്ങനെയുള്ള അവസ്ഥകളാണ് നമ്മൾക്ക് തരണം ചെയ്യേണ്ടി വരുന്നതായിട്ടുള്ളത്. അങ്ങനെ പല പല ചോദ്യങ്ങളാണ് ഈ സിനിമ ആക്ച്വലി. അപ്പം നിങ്ങളെല്ലാവരും കാണുക. നിങ്ങളുടേതായിട്ടുള്ള ഇത് എൻ്റെ അനുഭവമാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഭയങ്കര ഷിവറിങ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴാണ് അവസാന നിമിഷമാണ് എല്ലാവരും ജീവിച്ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മരിച്ചോ എന്നുള്ളതിനൊരു ആൻസർ കിട്ടിയപ്പോഴാണ് ചെറിയൊരു സമാധാനവും അതിനോടൊപ്പം ഒരു ചെറിയ ദുഃഖവും ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ട് തന്നെ അറിയാം. എനിക്ക് പടം 100% സക്സസ് ആയിട്ടാണ് തോന്നുന്നത്. അതുപോലെ അനീഷ് അൻവറിനും ടീമിനും ഒരുപാട് ഉയർച്ചകളും അതുപോലെ ഇതുപോലെ നല്ല നല്ല പടങ്ങൾ രംഗത്തെത്തിക്കാൻ അവർക്ക് കഴിയുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അനീഷിൻ്റെ അഭിനയം എത്രത്തോളം നല്ലതായിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് അനീഷിക്കയാണ്. പിന്നെ അവസാനമാകുമ്പോഴത്തേക്കിനും കുറച്ച് ഇമോഷണലാവും, കുറച്ച് ത്രില്ലിംഗ് ആണ്. സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചും കൂടെ ത്രില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്തത്. ആ സാൻഡ് സ്റ്റോം നമുക്ക് ഫീൽ ചെയ്യണം. ഞങ്ങൾ ചോദിക്കരുത് എങ്ങനെ അത് സെപ്റ്റ് ചെയ്തതെന്നുള്ളതൊക്കെ. അത് വലിയ സ്റ്റോറിയായിട്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അന്വേഷണം അറിയാം. ലാസ്റ്റ് ആയപ്പോഴേക്കും യഷ്മായി, പക്ഷേ കൊള്ളാം. നല്ല ഡെസേർട്ടിന്റെ മേക്കിംഗ് അടിപൊളിയായിട്ടുള്ള സ്ട്രഗിൾ, ആ പറഞ്ഞു പോയതൊക്കെ അടിപൊളിയാണ്. ഗൂസ് ബംസ്. എങ്ങനെയുണ്ടായിരുന്നു?
സർവൈവൽ ത്രില്ലറാണ്. റുബൽ ഗാലി എന്നൊരു മരുഭൂമി, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മരുഭൂമി, അതിൽ അകപ്പെട്ടു പോയാൽ എങ്ങനെയായിരിക്കും, ആ ഒരു സർവൈവൽ ത്രില്ലറാണ്. അനീഷ് അൻവർ എന്ന സംവിധായകൻ്റെ മുൻ സിനിമകളെ പോലെ തന്നെ ഇതും വളരെ വേറിട്ടൊരു കണ്ടന്റും വ്യത്യസ്തമായിട്ട് അത് ചിത്രീകരിച്ചിട്ടുണ്ട്. നല്ല പാട്ടുകളാണ്. നമ്മൾ ഇവരുടെ കൂടെ, ഈ താരങ്ങളുടെ കൂടെ നമ്മളും സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. നമുക്ക് ആ ഒരു ഇമോഷനും ആ ഒരു എന്താ പറയുക പേടിയും ഒന്ന് എങ്ങനെയെങ്കിലും ഇതെന്താ സംഭവിക്കുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. നല്ലൊരു പടമായിരുന്നു. നമ്മൾ ഈ ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഈ സർവൈവൽ എന്ന് പറയുമ്പോഴത്തേക്കും പ്രെഡിക്റ്റബിൾ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ക്യൂരിയോസിറ്റി കൊണ്ടുവന്നിട്ടുണ്ടോ? ക്യൂരിയോസിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഈ സിനിമയുടെ ഒരു വിജയം. അതാണ് അനീഷ് അൻവർ എന്നൊരു സംവിധായകനെ വേറിട്ട് നിർത്തുന്നതും. ആ ക്യൂരിയോസിറ്റി എന്തായിരിക്കും ലാസ്റ്റ് നിമിഷം വരെ അത് കീപ്പ് ചെയ്യുന്ന ആ ഒരു എലമെന്റ്സ് തന്നെയാണ്. ആക്ടിങ് ഒക്കെ നൈസായിരുന്നു. സർജാനോ, നായിക എല്ലാവരും നല്ലതായിരുന്നു. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സംവിധായകൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഒരു മൂവിയായിരുന്നു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.